തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ കൊടിയത്തൂരിൽ CPM നേതാക്കൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയെന്ന പേരിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റി വാർത്ത നൽകിയ ദൃശ്യപത്രമാധ്യമങ്ങൾക്കെതിരെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ UDF പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തിന്റെ വീഡിയോ CPM നേതാക്കൾക്കെതിരെയുള്ള കൊലവിളി പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെയാണ് കൊടിയത്തൂരിലെ UDF കമ്മിറ്റി രംഗത്തെത്തിയത്. ഇല്ലാത്ത കൊലവിളി പ്രയോഗം നടത്തി കുപ്രചരണത്തിനിറങ്ങിയ കൊടിയത്തൂരിലെ CPM സ്വയം പരിഹാസ്യരായിരിക്കുകയാണെന്ന് UDF നേതാക്കൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയാഘോഷ മുദ്രാവാക്യത്തെ ദുർവ്യാഖ്യാനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തികച്ചും അപഹാസ്യവും തരം താണതുമാണ്. 2019 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യമാണ് കൊലവിളിയായി ചിത്രീകരിച്ചത്. 2019 ഡിസംബർ മാസം 24 രാത്രി മുസ്ലിം ലീഗ് ഓഫീസ് തകർക്കാൻ വന്ന ചില ആളുകളെ പിന്തിരിപ്പിക്കാൻ വന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് CTC അബ്ദുള്ളയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ലീഗ് പ്രവർത്തകരുടെ പേരിൽ വധശ്രമ കേസ് നൽകിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം സംഭവത്തിൻ്റെ നിജസ്ഥിതി വീഡിയോ സഹിതം പോലീസ് പരിശോധിച്ചപ്പോൾ അപായപ്പെടുത്തിയത് സ്വന്തം അണികളാണെന്നറിഞ്ഞതോടെ വിഷയത്തിൻ്റെ സ്വഭാവം മാറിയെന്നും അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വീണ്ടും കേസ് നൽകുകയും നിരപരാധികളായ 4 പേരെ ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ കേസിൽ പ്രതിയാക്കുകയായിരുന്നുവെന്നും UDF നേതാക്കൾ പറഞ്ഞു. കൊടിയത്തൂരും കാരശ്ശേരിയും മുക്കം ഉൾപ്പെട്ട പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പരാജയമാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. ആ പരാജയത്തിന് വിറളി പൂണ്ട CPMകാരും കൊടിയത്തൂരിലെ നാസർ കുളായി അനുഭാവികളും കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലുടനീളം പ്രകോപിതരായി വടിവാളുമായും അരിവാളുമായും പ്രതിഷേധങ്ങൾ CPMകാർ നടത്തുമ്പോൾ കൊടിയത്തൂരും ഉൾപ്പെടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ വാക്കാൽ പോലും ഇതുവരെ നോവിച്ചിട്ടില്ല. അവഹേളിക്കുന്ന തരത്തിലുള്ള പാട്ടോ മുദ്രാവാക്യമോ ഒന്നും ഇന്നുവരെ വിളിച്ചിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കള്ളപ്പരാതിയാണ് റിയാസിനെതിരെ നൽകിയിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് വെസ്റ്റ് കൊടിയത്തൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രകോപനപരമായാണ് പ്രസംഗം നടത്തിയത്. ഇതിനെല്ലാം ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകിയെന്നും UDF നേതാക്കൾ പറഞ്ഞു. CPM പ്രവർത്തകർ നൽകിയ വീഡിയോ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ വാർത്ത നൽകിയ സ്വകാര്യ ചാനലിനെതിരെയും പത്രമാധ്യമങ്ങൾക്കെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചതായും UDF പ്രവർത്തകർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊടിയത്തൂരിൽ നടന്നിട്ടുള്ള UDF ആഘോഷ പരിപാടികൾക്കിടയിൽ ഞങ്ങൾ വെസ്റ്റ് കൊടിയത്തൂരിൽ നിന്ന് വന്നുള്ള പ്രവർത്തകർ 2 മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം LDFും കൊടിയത്തൂരിലെ CPMും ചേർന്നുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ട് വാർഡ് മെമ്പറിൻ്റെ കൂട്ടാളികളും എന്ന രീതിയിൽ ഇന്ന് സമൂഹ മാധ്യമത്തിലും അതുപോലെ തന്നെ റിപ്പോർട്ടർ TVയിലും ന്യൂസായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചത് ഒരു മുദ്രാവാക്യമാണ്. ശരിക്കും എന്നെയും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരെയും താറടിച്ച് കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇപ്പം വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ചാനലിനെതിരെയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന പ്രവർത്തകരെയും തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും മാപ്പ് പറയിക്കുകയും ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ NK അഷ്റഫ്, KT മൻസൂർ, KP അബ്ദുറഹ്മാൻ, മുനീർ ഗോതമ്പ്രോഡ്, MT റിയാസ്, N ജമാൽ, AK റാഫി, KMC വഹാബ് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.